നമസ്കാരം. നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ട് വേദന മാറാതെ നിൽക്കുന്നു എന്നുള്ളതും ശരിയായിട്ട് സർക്കുലേഷൻ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശരീരത്തിൽ ഞരമ്പിന് ക്ഷയം സംഭവിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരക്കാർക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സാധാരണയായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവ് കാരണം ഒക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എങ്കിലും ചില പൊടിക്കൈകൾക്കൊക്കെ നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇത്തരം പ്രശ്നങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഒരു ഔഷധം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിതാദി. ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള തൈമോൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അജുവൈൻ, കാരം സീഡ്, അയമോദകം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഇത്തിരി കുഞ്ഞൻ ഇതുപോലെയുള്ള വേദനയും നീർക്കെട്ടൊക്കെ മാറ്റാൻ ഏറെ വിശേഷപ്പെട്ടതാണ്. ഇനി അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയണ്ടേ. ഇത് ഒരു 1/2 ടീസ്പൂൺ അയമോദകമേ ആവശ്യമുള്ളൂ. ഇത് അധികമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള ആദ്യം തന്നെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം ഇതിന് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ശരീരത്തിൽ അധികമായാൽ പലവിധ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 സ്പൂണ് 1 കപ്പ് വെള്ളത്തിലേക്ക് എന്നുള്ള രീതിയിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് അത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇനി വേദനയും നീർക്കെട്ടും മാത്രമാണോ കുറയ്ക്കുന്നത്? അല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഗ്യാസ് നിറഞ്ഞ് വയറ് വീർക്കുക, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലെ വേദനയൊക്കെ തന്നെ കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇത്തരം ഡൈജഷനും ഇത് ശരീരത്തിൽ വരുന്ന ഇത്തരം ഇൻഫ്ലമേഷനും ഒക്കെ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ വയറിനെയൊക്കെ ഒന്ന് നേരെയാക്കാനും ഡൈജഷനൊക്കെ നേരെയാക്കാനും ഒക്കെ സഹായിക്കുന്നത് വഴി ഇതുപോലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിലെ ഇത്തരം വേദന കുറയ്ക്കാൻ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. മസിൽസിനെയൊക്കെ തന്നെ ആക്റ്റീവാക്കി വെക്കാനും ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും മസിലിനും ജോയിൻറ്റിനും ഒക്കെ സ്റ്റിഫ്നെസ്സോ സ്പാസോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി നല്ല ശക്തിയോടെ ഇരുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു അയമോദകത്തിൻ്റെ ഉപയോഗം. ഇതിൻ്റെ ആ ഒരു ചൂട് എന്നുള്ളൊരു, അതായത് ഹോട്ട് പൊട്ടൻസി ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ സർക്കുലേഷൻ കൂട്ടും എന്നുള്ളത് കൊണ്ടും നമുക്കിത്തരം ഓക്സിജൻ സപ്ലൈ ഒക്കെ നേരെ നടക്കുന്നത് കൊണ്ട് ഇത്തരം വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കുവാൻ സ്വാഭാവികമായിട്ടും ഇതിന് കഴിയുന്നുണ്ട്. പലപ്പോഴും ഇത് സ്വേദനം എന്നുള്ളൊരു പ്രൊസീജിയറിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അല്പം അയമോദകം ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി കൊള്ളുന്നത് വേദനയുള്ള ഭാഗങ്ങളിൽ ആവി കൊള്ളിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു ചൂട് പിടിക്കുന്നതോ ഒക്കെ തന്നെ വേദന കുറയ്ക്കാൻ നല്ലതാണ്. ഇത് പലവിധ ഓയിലുകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ അജ്വൈൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം വേദനയോ സ്റ്റിഫ്നെസ്സോ ഒക്കെ തോന്നുന്ന ഭാഗങ്ങളിൽ നമുക്ക് ആവി കൊള്ളിക്കാൻ ഉപയോഗിക്കാം. ഇനി ഈ ആവി കൊള്ളിക്കുന്നത് തന്നെ മറ്റ് ചില കാര്യങ്ങൾക്കും കൂടെ ഉപയോഗിക്കാം. ഇത്തരം വേദനയും നീർക്കെട്ടിനും മാത്രം ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നതല്ല. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെസ്റ്റിന് കൺജഷൻ വരിക, അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ ശരിയായിട്ട് പറ്റാതെ വരിക, ആസ്മ രോഗികൾ, അലർജി പ്രശ്നങ്ങളുള്ളവർ, മൈഗ്രെയിന്, സൈനസൈറ്റിസ്, തലവേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ആവി വെള്ളം നിങ്ങൾക്ക് കൊള്ളാം. അതല്ലെങ്കിൽ ഇത് കുടിക്കുന്നതായാലും തന്നെ ഇതേ ഗുണം തന്നെ ചെയ്യുന്നുണ്ട്. അജ്വൈൻ്റെ തന്നെ വാം ഇൻഫ്യൂസ്ഡ് ഓയിലുകളുണ്ട്. ഇനി അതൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അയമോദക തൈലം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം നല്ലെണ്ണയിൽ ഈ ഒരു അജ്വൈൻ ഒന്ന് പൊടിച്ചിട്ട്, അയമോദകം പൊടിച്ചിട്ട് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേദനയോ നീർക്കെട്ടൊക്കെയുള്ള ഭാഗങ്ങളിലും ജോയിൻറ്റുകളിലും ഒക്കെ ആണെങ്കിലും അവിടെയൊന്ന് അല്പം ഒന്ന് തടവി കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കഫം കൂടുതലായിട്ട് വരുന്നു, കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആസ്മ രോഗികളാണൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഓയിൽ തന്നെ അത്തരം ഭാഗങ്ങളിൽ നെഞ്ചിലും പുറത്തും ഒക്കെ ഒന്ന് തടവി കൊടുക്കുന്നതും ഏറെ നല്ലതാണ്. നമ്മൾ കർപ്പൂരത്തിൻ്റെ ഉപയോഗം പറഞ്ഞല്ലോ, ഏതാണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ നമുക്ക് ആ ഒരു കഫത്തെ മുഴുവൻ പുറത്തേക്ക് കളയാനും അല്ലെങ്കിൽ നമ്മുടെ അത്തരം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വഴിയും കൂടെ ഉണ്ട്. നീർക്കെട്ടും വേദനയുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഴി ഫോമുണ്ട്. അല്പം അയമോദകം നമ്മളൊരു പാനിൽ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കോട്ടൺ ക്ലോത്ത് ഉണ്ടല്ലോ, അല്ല ചെറിയ തോർത്തോ വല്ലതും എടുത്താൽ മതി. അതിലൊന്നിട്ടിട്ട് ഒരു ചെറിയ കിഴി പോലെ ആക്കിയിട്ട് ആ ഒരു ഇളം ചൂടാക്കി ഇഴുക്കിയുണ്ടാവും. ആ ചൂടോടുകൂടി തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാവുന്നതാണ്. അത് എപ്പോഴും ചൂട് ശ്രദ്ധിക്കണം.
ഇങ്ങനെ ചെസ്റ്റിലായാലും ചെസ്റ്റ് കൺജഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലും കുഞ്ഞുങ്ങൾക്കൊന്ന് ചെയ്തു കൊടുത്താലും മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കഫമൊക്കെ പുറത്തേക്ക് പോകുന്നതും വേദനയുള്ള ഭാഗങ്ങളിലാണെങ്കിൽ വേദന വലിയുന്നതും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം രീതിയിലൊക്കെ നിങ്ങൾക്ക് അയമോദകത്തിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ജലദോഷം, തുമ്മൽ, കഫക്കെട്ട്, മൂക്കൊലിപ്പ് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചുക്ക് കാപ്പി മാത്രമല്ല, ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിന് കൂടെ ഒരു 1/2 സ്പൂണ് അയമോദകവും 1 കപ്പ് വെള്ളവും അതിലേക്ക് പനിക്കൂർക്കയുടെ ഇലയും കൂടെ ചേർത്തിട്ട് തുളസി ഇലയും ചേർക്കാം. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, അധികമാവരുത്, ഹോട്ട് പൊട്ടൻസി ഉള്ളതാണെന്ന് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അല്പം ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഡ്രിങ്ക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോഫിയോ ടീയോ ഒക്കെ കുടിക്കുന്നതിന് പകരം ഒരു ഹെർബൽ ഡ്രിങ്ക് ആയിട്ടും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഇത്തരം ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും കൂടെ നല്ലൊരു മാർഗ്ഗമാണ്. ഈ ഗ്യാസ് ട്രബിൾ വലിയൊരു പ്രശ്നമാകുന്നവർക്കുള്ളൊരു പരിഹാരം കൂടിയാണ് അയമോദകം. എല്ലാ ദിവസവും ഭക്ഷണത്തോടൊപ്പം കുറച്ച് അയമോദകം കൂടി ശീലമാക്കിയാൽ ദഹന പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളും ഗ്യാസ് പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പ്രതിരോധ ശേഷി കൂട്ടാനും കൂടെ സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിലും ഇത് പല മരുന്നും മാറി മാറി പരീക്ഷിച്ചിട്ടും ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അയമോദകം ചൂടാക്കി കിഴികെട്ട് ഒന്ന് നെറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗന്ധം കാരണം പോലും തലവേദനയിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും. ഇനി കഫക്കെട്ടിനാണെങ്കിൽ തേനും കുരുമുളകും മഞ്ഞളും അതോടൊപ്പം അയമോദകത്തിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ അതും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മികച്ച ഔഷധക്കൂട്ടായി മാറ്റാൻ പറ്റും. ഇനി ഇല ഇല്ലെങ്കിൽ ഇതിന് പകരം അയമോദകമായാലും മതി. ഇത് കുറേശ്ശെ കുടിക്കുന്നത് ചുമ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന ഇതൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വയറ് വീർക്കുക അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാൻ കാരണമാണ്. ഇതിനൊക്കെ ഈ അയമോദകം വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞൊരളവിൽ ദിവസവും കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരീരത്തിലാകമാനം നിങ്ങൾക്ക് വേദനയും നീർക്കെട്ടും പ്രശ്നങ്ങളുമാണ് എന്നുണ്ടെങ്കിലോ ശരീരമാസകലം വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല ചൂടുവെള്ളത്തിൽ വെട്ടിത്തിള അയമോദകം അല്പം നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട് അതൊന്ന് കുളിക്കുന്ന വെള്ളത്തിൽ ഈ അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല ആശ്വാസം കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അത് ഉപ്പ് ചേർക്കുന്നത്, കർപ്പൂരം ചേർക്കുന്നത് അതുപോലെ തന്നെ ഒന്നാണ് അയമോദകം ചേർത്തിട്ടുള്ള വെള്ളം കൊണ്ട് കുളിക്കുന്നത്. ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വയറുവേദനയൊക്കെ കുറയ്ക്കാൻ ഇതുപോലെ നമുക്ക് അയമോദകം നമ്മൾ ഉലുവയൊക്കെ വറക്കുന്നത് പോലെ തന്നെ ഒരു ചീനച്ചട്ടിയിലൊക്കെ തന്നെ എണ്ണ ഒഴിക്കാതെ ഒരു ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇളം ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അസഹ്യമായിട്ടുണ്ടാവുന്ന ആർത്തവ വേദനയൊക്കെ കുറയ്ക്കാൻ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത്തരം അയമോദകം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ശരീരത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ സൈസ് കണ്ടിട്ട് അങ്ങനെ നിസാരനാക്കി കളയൊന്നും വേണ്ട. അയമോദക വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇത് പിത്തദോഷം കൂടിയിട്ടുള്ള ശരീരത്തിന് ബോഡി ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ കഫക്കെട്ടിനും പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് പനിയുള്ള അവസ്ഥയാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ സമയത്ത് വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവൂ. അധികമായി കഴിഞ്ഞാൽ എന്തോ വിഷമാണ് എന്നുള്ളത് ഓർക്കണം. അത് ആഹാരമായാലും ഔഷധമായാലും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായെന്ന് തോന്നിയാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.